അപ്പം ഞാൻ ചെയിൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പം നോക്കിയപ്പോഴാണ് കാണുന്നത്, ഇത് തുരുമ്പാണോ ചെളിയാണോ എന്നാണ് സംശയം. പക്ഷേ നമുക്കത് നോക്കി ഇന്ന് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്തായാലും തുരുമ്പാണെങ്കിൽ ഉടൻ തന്നെ ഇത് പോയി ചെയിനൊക്കെ ലൂബ് ചെയ്ത് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ചെയിൻ മുഴുവൻ പോക്കാണ്. ഇത് എനിക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ പ്രശ്നമൊന്നും എൻ്റെ കയ്യിൽ ആ ടൂൾസും ലൂബും ഒന്നും ഇരിപ്പില്ല. അപ്പോൾ എന്തായാലും പോയി ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പുതിയ ബ്രേക്ക് ലൈറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നെന്തായാലും വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഷോപ്പിലേക്ക് പോവാം. വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. ചെയിനും കാര്യങ്ങൾക്കൊക്കെ നല്ല വിലയുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഞാൻ ഈ വെളിയിൽ പോകുമ്പോഴൊക്കെ ഹെൽമെറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടാണ് പോകാറ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ദൂരവും കാര്യങ്ങളും ഒന്നുമില്ല. അതിപ്പോൾ തൊട്ട് താഴത്തെ കടയിൽ പോകാനാന്ന് പറഞ്ഞാലും ഞാൻ ഹെൽമെറ്റും ഗ്ലൗസും ഇട്ടേ പോകാറുള്ളൂ. അതിപ്പോൾ ചിലവർ കാണുമ്പം പറയും ഷോ ഓഫാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയും. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, ഒരു സെക്കൻഡ് മതി എന്തേലും സംഭവിക്കാൻ. അതിപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ മാക്സിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഹെൽമെറ്റേലും ഇട്ടിട്ടൊക്കെ ബൈക്കും കൊണ്ടൊക്കെ വെളിയിലിറങ്ങുക. അതും ഇതുപോലത്തെ സ്പോർട്സ് വണ്ടികളൊക്കെ വെച്ച് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാണ്. അതിനിപ്പോൾ സ്പോർട്സ് വണ്ടികളാണോ എന്ന് തന്നെയൊന്നുമില്ല, ഏത് ബൈക്ക് ആയാലും ശരി നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഹെൽമെറ്റ് വെച്ച് വേണം പോകാൻ. പിന്നെ ഗ്ലൗസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് സ്പോർട്സ് വണ്ടിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഗ്ലൗസും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ശ്രമിക്കുക. ഇപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഷോപ്പിലേക്ക് പോകാം. അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഭാഗ്യത്തിന് ഷോപ്പ് തുറന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചേട്ടനോട് പോയി ഒന്ന് കൺഫേം ചെയ്യാം. ചേട്ടാ 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 ഇവിടെ ചെയിൻ ലൂബ് ചെയ്യോ? ടൈറ്റനിങ്ങോ? വണ്ടി ഇങ്ങോട്ട് കയറ്റുന്നുണ്ട്. ഓ അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൊങ്കളൂരുള്ളൊരു പമ്പിലാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പമ്പിൽ ഒരു വണ്ടിക്ക് ചെയ്യേണ്ട ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ ബൈക്ക് വാഷിംഗ് ഉണ്ട്, പിന്നെ ബേസിക്കായിട്ട് ബൈക്കിന് ചെയ്യേണ്ട ചെറിയ ചെറിയ സർവീസുകളുണ്ട്, പിന്നെ ബാറ്ററി റീചാർജിങ് ഉണ്ട്,
പൊല്യൂഷൻ ടെസ്റ്റ് ഉണ്ട്, എയർ ഉണ്ട്, ഓയിൽ ചേഞ്ചിങ്ങിൻ്റെ ഉണ്ട്, പെട്രോള്, ഡീസല്, പിന്നെ ഒരു ചെറിയ ഒരു പെട്ടിക്കട പോലെ ഉണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പുകളും ഉള്ളൊരു പമ്പാണ്. എന്തായാലും കുറച്ച് നേരം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്, കാരണം അവിടെ ആ ചേട്ടൻ ഒരു വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വണ്ടിയുടെ ചെയിനെല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് തുരുമ്പൊന്നും ഇല്ലായിരുന്നു, അതെന്തോ ചെളിയിരുന്നായിരുന്നു. എന്തായാലും നന്നായി. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പയ്യെ തിരിച്ച് പോകാം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നാലേ കുറേ നാളായി എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ നമ്മുടെ RS പാഡോക്ക് സ്റ്റാൻഡിൽ കയറ്റി വെച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് നല്ല ലുക്കായിട്ടാണ് തോന്നുന്നത്. RS സ്റ്റാൻഡ് വെക്കുന്നതിന് ഒരു പാഡോക്ക് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പോർട്സ് ബൈക്ക് ലുക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ എൻ്റെ ബൈക്ക് ആയതുകൊണ്ട് പറയല്ല, ആർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക. എന്തായാലും നമുക്കിനി എയർ ഒന്ന് ചെക്ക് ചെയ്യാം. പുള്ളി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇത്ര അടിച്ചൊന്നും കണ്ടില്ലല്ലോ. ഇത്രയാണോ അടിച്ചത്? അടിക്കട്ടെ. ഫ്രണ്ടിൽ ഓക്കെ. അതും കാണാൻ മേല. പോട്ടെ, 24 അരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ടാപ്പ് കറക്റ്റായിട്ട് അടച്ചോന്നൊന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പമ്പിൽ കയറിയിട്ടേ അവർ കറക്റ്റായിട്ട് അടച്ചില്ലായിരുന്നു, ടാപ്പ് ഊരിപ്പോവുകയൊക്കെ ചെയ്തു. നോക്കി ഇവിടുത്തെ ഓക്കെയാണ്. ഇവിടുത്തെയോ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ദെൻ. ഇപ്പോൾ എന്തായാലും ട്രാഫിക്കൊക്കെ വളരെ കുറവാണ്. അതിന് പോയി നോക്കാം. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ചെയിൻ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവറി 500 കിലോമീറ്റേഴ്സ് നമ്മൾ ചെയിൻ മെയിൻ്റനൻസ് ചെയ്തിരിക്കണം.
അപ്പോൾ തുരുമ്പൊക്കെ പിടിക്കാതൊക്കെ ഇരിക്കും. പിന്നെ ചെയിനിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഒക്കെ ലൈഫൊക്കെ കൂട്ടിക്കിട്ടുമെന്ന് ചോദിച്ചാൽ അത് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ചിലവരുടെയൊക്കെ വണ്ടി കണ്ടിട്ടുണ്ട്, നല്ല ചെളി പിടിച്ച് തുരുമ്പിച്ചിരിക്കുന്ന ചെയിനൊക്കെ, അതൊക്കെ ഉടൻ തന്നെ മാറ്റേണ്ടി വരും. പിന്നെ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പോൾ പിന്നെ മാക്സിമം എല്ലാവരും ചെയിനൊക്കെ നല്ലപോലെയൊക്കെ സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്, ഇതിനൊക്കെ നല്ല വില വരുന്നതാണ്. ഇപ്പം നമ്മുടെ ഒക്കെ ഇപ്പോൾ എൻ്റെ പോലത്തെ ഒരു ബൈക്ക് RS200 ഒക്കെ ഒരു ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം മാക്സിമം പോയൊരു 3000 സംതിങ് ആണ് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ സൂപ്പർ ബൈക്സിൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല 20 റേഞ്ചിലൊക്കെ പോകുന്നവരെ 20-28 റേഞ്ച് വരെ പോകുന്ന പോലത്തെ ചെയിനും സ്പ്രോക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ ഏത് പ്രീമിയം വണ്ടിയുടെ ആണെന്ന് പറഞ്ഞാൽ ശരി, കുറഞ്ഞ വണ്ടിയുടെ ആണെന്ന് പറഞ്ഞാൽ ശരി, കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാം പോക്കാണ്. അതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. ഇപ്പോൾ അവിടെ പുള്ളി ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ യൂസ് ചെയ്തതൊരു പെട്രോളും ഡീസലും പിന്നെ എന്തോ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡാണ്. അത് വെച്ച് ആദ്യമേ ബ്രഷ് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞ് പിന്നെ ഒരു ചെയിൻ ക്ലീനർ ഇട്ട് പിന്നെ ഫുള്ള് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് പിന്നെ അത് ഒരു ക്ലീൻ ക്ലോത്ത് ഇട്ട് അത് മുഴുവൻ തൂത്ത് കളഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാണ് ലൂബ് ചെയ്തത്. അതും ലൂബ് ചെയ്തതെന്ന് പറയുന്നത്, അത് നമ്മൾ ചിലവരൊക്കെ ലൂബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം അധികം അറിയാത്തവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഈ സൈക്കിളിനൊക്കെ ഓയിലിട്ട് കൊടുക്കുന്ന പോലെ ചെയിൻ്റെ പുറം മുഴുവനായിട്ട് അങ്ങനെ ഇടും. പക്ഷെ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം അതിൻ്റെ സെൻറ്ററിലത്തെ ആ ഭാഗമാണ് കറക്റ്റായിട്ടത് ചെയ്യേണ്ടത്. ബാക്കിയും അത് വന്നോളും. അത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ചെയിൻ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് തുരുമ്പൊന്നുമില്ല. കാരണം ഞാൻ ലോക്ക്ഡൗണിന് മുമ്പ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ എന്താണെന്നറിയത്തില്ല, ഇത് പിന്നെ ഓടേണ്ടി വന്നിട്ടില്ല, അങ്ങനെ വലിയ ഓട്ടങ്ങളൊന്നും പോയിട്ടുമില്ല. പിന്നെ ഇങ്ങനെ തുരുമ്പെടുത്തു എന്ന് ഇങ്ങനെ ഓർത്തിരിക്കണം. എന്തായാലും ഭാഗ്യത്തിന് തുരുമ്പൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ചെയിനിൻ്റെ കാര്യത്തിൽ മാത്രം തന്നെയല്ല, നിങ്ങൾ ബൈക്ക് കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. എന്നാലേ ബൈക്ക് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതിപ്പോൾ നമ്മുടെ മനുഷ്യരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, എന്തെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുക്കുന്ന പോലെ തന്നെ ബൈക്കിൻ്റെ കാര്യത്തിലും കാറിൻ്റെ അകത്ത് ഏതിൻ്റെ കാര്യത്തിലായാലും ശരി, കറക്റ്റായിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ എല്ലാം എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ദിസ് ഇസ് മീ ഹെൽക്കാറ്റ് റൈഡർ സൈനിങ് ഓഫ്. ബൈ.